സ്റ്റൗ ടോപ്പ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് ആസാമിലെ ഡിഗ്ബോയ് എന്ന സ്ഥലത്തേക്കാണ്. ഇവിടെയാണ് ഏഷ്യയിലെ ആദ്യത്തെ ഓയിൽ റിഫൈനറി. അപ്പം നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിയാണിത്. ഇവിടെ നിറയെ തേയിലത്തോട്ടങ്ങളാണ്. ആസാമിൽ നമ്മൾ എവിടെ നോക്കിയാലും നിറയെ തേയിലത്തോട്ടങ്ങളാണ് കാണുക. റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ടും തേയിലത്തോട്ടങ്ങളും വളരെ പച്ചപ്പ് നിറഞ്ഞൊരു പ്രദേശമാണ് ആസാം. ഏകദേശം നമ്മുടെ കേരളത്തിനെയൊക്കെ പോലെ തന്നെ തോന്നും ആസാം കാണുമ്പോൾ. പിന്നെ ഇവിടെ നിറയെ വയലുകളും കൃഷിയും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ ഡിഗ്ബോയ്. നമ്മളെ ഇന്ത്യയിലെ ആദ്യത്തെ ഓയിൽ റിഫൈനറി സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഇപ്പോൾ ഇതൊരു മ്യൂസിയം ആക്കി മാറ്റിയിരിക്കുകയാണ്. അതിൻ്റെ 100ാമത്തെ വാർഷികത്തിലാണ് ഇവിടെ മ്യൂസിയം ആയിട്ട് മാറ്റിയത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പം നമ്മൾ ഡിഗ്ബോയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വലിയൊരു ബോർഡൊക്കെ കാണാം, വെൽക്കം ടു ഡിഗ്ബോയ് എന്ന് പറഞ്ഞിട്ട്. റിഫൈനറിൻ്റെ മതിലാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു പാർക്കുണ്ട്. അങ്ങനെ നമ്മൾ മ്യൂസിയത്തിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. ഡിഗ്ബോയ് ഓയിൽ സെൻറ്റനറി മ്യൂസിയം എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ നമ്മൾ ഫീസൊന്നും കൊടുക്കണ്ട, എൻട്രിയൊക്കെ ഫ്രീ ആയിട്ടാണ്. ഇതിൻ്റെ ചുറ്റും മതിലുകളിൽ നിറയെ ഇതിനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് ഇതിന് ആസാം ഓയിൽ എന്നായിരുന്ന പേര്. ഇപ്പോൾ ഈ റിഫൈനറി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ കീഴിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ കാണുന്നത് 2ാം ലോക മഹായുദ്ധ സമയത്ത് അധികൃതരെയും ജീവനക്കാരെയും രക്ഷിക്കാൻ വേണ്ടി നിർമ്മിച്ച ഷെൽട്ടറാണ്. മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റില്ല. അവിടെ ക്യാമറയും ഒന്നും അലൗഡ് അല്ല. ഇത് നമുക്ക് പുറത്തുള്ള കാഴ്ചകളാണ്. ഇവിടെ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. ഈ കാണുന്നത് ആ കാലത്തുള്ള ഡ്രില്ലിംഗ് മെഷീനാണ്. പിന്നെ അന്ന് അവർ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചിട്ടുള്ള സ്കൂട്ടറും അവിടെ കാണുന്നുണ്ട്. 1901 ഇത് പ്രവർത്തനം ആരംഭിച്ചത്. ഇത് സ്ഥിതി ചെയ്യുന്നത് ആസാമിലെ തിൻസുക്കിയ ജില്ലയിലാണ്. ഇന്ത്യയുടെ ഓയിൽ വ്യവസായത്തിൻ്റെ ജന്മസ്ഥലം എന്നാണ് ഈ ഡിഗ്ബോയ് അറിയപ്പെടുന്നത് തന്നെ. 1867 ഈ പ്രദേശത്ത് റെയിൽവേ ലൈൻ സ്ഥാപിക്കുന്ന സമയത്ത് ആനകളെ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ആനകൾ ചവിട്ടുന്ന സ്ഥലങ്ങളിൽ ഉപരിതലത്തിൽ നിന്ന് എണ്ണ വരുന്നത് കണ്ടുന്നു. അങ്ങനെയാണ് ഇവിടെ എണ്ണ ഖനനം ആദ്യമായിട്ട് ആരംഭിച്ചതെന്നാണ് പറയപ്പെടുന്നത്. 1889 ഓയിൽ ഖനനം ആരംഭിച്ചത്. 1901 റിഫൈനറി സ്ഥാപിച്ചത്. ഇവിടെ നമുക്ക് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഡ്രില്ലിംഗ് മെഷീനുകളും മറ്റുപകരണങ്ങളും ഒക്കെ കാണാൻ സാധിക്കും. എല്ലാം നല്ല രീതിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബ്രിട്ടീഷ് കപ്പിൾസിനെ കാണാൻ പറ്റും നമുക്കിവിടെ. ഇത് അന്നത്തെ കാലത്തെ ഒരു പെട്രോൾ പമ്പിൻ്റെ ചെറിയൊരു രൂപമാണ്. ഒരാൾ അവിടെ നിന്ന് പെട്രോൾ അടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് അന്നത്തെ ഫയർ എഞ്ചിനാണ്, ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്നത്. എല്ലാം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഓയിൽ റിഫൈനറിൻ്റെ ചരിത്രം അടങ്ങിയ ഒരു മ്യൂസിയമാണിത്. ഇതിനുള്ളിൽ നമുക്ക് പണ്ട് കാലത്തുള്ള ഓയിൽ ഖനന രേഖകളും യന്ത്രങ്ങളും ചിത്രങ്ങളൊക്കെ കാണാൻ സാധിക്കും. 1890കളിൽ ക്രൂഡ് ഓയിൽ സംസ്കരിക്കാൻ ഉപയോഗിച്ച വലിയ കാസ്റ്റ് അയൺ ചട്ടികളുടെ താഴെ ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിന് 9 അടി വ്യാസവും 4 അടി ആഴവും ഉണ്ട്. (2002) ഡിഗ്ബോയുടെ ഓയിൽ ഇൻഡസ്ട്രീൻ്റെ ചരിത്രം സംരക്ഷിക്കാനും പ്രദർശിപ്പിക്കാനും വേണ്ടിയിട്ട് ഈ മ്യൂസിയം ആരംഭിച്ചത്. ഇവിടെ ബ്രിട്ടീഷ് കാലത്തെ ഓയിൽ ഖനന ഉപകരണങ്ങളും യന്ത്രങ്ങളും റിഫൈനറി മോഡലുകളും ഓയിൽ ഫോസിലുകളും ഒക്കെ കാണാൻ സാധിക്കും. ഈ മ്യൂസിയവും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ കീഴിലാണിപ്പോൾ. പിന്നെ ഇവിടെ ഒരു പഴയ ട്രെയിനിൻ്റെ എൻജിനും കാണാൻ പറ്റും നമുക്ക്. ഇതിലൊക്കെ കയറിയിരുന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും.
മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ മാത്രമാണ് ക്യാമറ അലൗഡ് അല്ലാത്തത്. പിന്നെ ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ പോയത് ഡിഗ്ബോയ് ഓയിൽ സെൻറ്റിനറി പാർക്കിലേക്കാണ് പോയത്. ഇവിടെ നമുക്ക് അകത്ത് കിടക്കണമെങ്കിൽ ഒരാൾക്ക് 10 രൂപ ആണ് എൻട്രി ഫീസ്. ഇവിടുത്തെ പ്രധാന ആകർഷണം ഈ തടാകം തന്നെയാണ് കേട്ടോ. ഇവിടെ മുൻപ് ബോട്ടിംഗ് ഉണ്ടായിരുന്നു തോന്നുന്നു, പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് അവിടെ ബോട്ടിംഗ് ഒന്നുമില്ല. പിന്നെ ആ ദൂരെ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെയൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്കിവിടെ കുറേ ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടൊക്കെ ഉണ്ട്. ഇതിലെങ്ങനെ നമുക്ക് നടപ്പാതെ ഉണ്ട് ഈ തടാകത്തിനരികിലൂടെ, അതിലെ നടന്ന് നമുക്ക് പോകാം. പിന്നെ ഇതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു അട്രാക്ഷൻ, ഈ പാലം. ഇവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് എല്ലാവരും. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലം കാണാൻ. നിറയെ പച്ചപ്പൊക്കെ നിറഞ്ഞൊരു സ്ഥലം, അധികം തിരക്കും ശബ്ദവും ഒന്നും ഇല്ലാത്ത, നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ പോയിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പാർക്കാണിത്. നിറയെ ചെടികളും പൂക്കളും ഒക്കെ ഉണ്ട് ഇവിടെ. ഇതിലെ നമ്മളിങ്ങനെ നടന്ന് കുറച്ച് മേലോട്ട് കയറി പോകണം. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ, പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. ഇതിലിങ്ങനെ നമ്മൾ മുകളിലോട്ട് കയറിപ്പോയിരുന്ന് നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലവും, അവിടെ നമുക്ക് കൂൾ ഡ്രിങ്ക്സും വെള്ളമൊക്കെ കിട്ടും. ഇവിടെ എവിടെ നമുക്കിങ്ങനെ താറാവിനൊക്കെ കാണാൻ, ഇതിങ്ങനെ വെള്ളത്തിലൂടെ നീന്തി കളിക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ഈ ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ഇത് കടന്ന് നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോവാം. അവിടെ പോയിട്ടും കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാനുണ്ട്. ഇപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ ഈ പാർക്കും എല്ലാവരും ഒന്ന് കാണണം, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഡിഗ്ബോയ് സന്ദർശിക്കാനുള്ള നല്ലൊരു ടൈം എന്ന് പറയുന്നത് ഡിസംബർ മുതൽ മാർച്ച് വരെയാണ്. ഈ സമയത്ത് ഇവിടെ ചെറിയൊരു തണുപ്പ് കാലാവസ്ഥ ഉണ്ടാവും. മുകളിലേക്ക് നമുക്ക് വന്നാൽ ഇങ്ങനെയുള്ള ഇതൊക്കെ കാണാൻ പറ്റും. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇവിടെ നിന്നൊക്കെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വീഡിയോൻ്റെ ലാസ്റ്റ് അതൊക്കെ ഞാൻ ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഞങ്ങൾ തിരിച്ചു പോന്നു. ഈ സ്ഥലത്തിന് ഡിഗ്ബോയ് എന്നുള്ള പേര് വരാൻ കാരണം ക്രൂഡ് ഓയിൽ കുഴിച്ചെടുക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ ഈ തൊഴിലാളികളോട് ഡിഗ്ബോയ് എന്ന് വിളിച്ചു പറയായിരുന്നു. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ഡിഗ്ബോയ് എന്ന പേര് വന്നതെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടാതെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.